ഒരു സ്പൂൺ ചായയിലിട്ടാൽ ചൂടാകുന്നത് എന്തുകൊണ്ട്? സൂര്യൻ്റെ ചൂട് ഭൂമിയിൽ എത്തുന്നത് എങ്ങനെ? നമുക്ക് മനസ്സിലാക്കാം PSCയുടെ ഇഷ്ട ടോപ്പിക്കായ കാര്യങ്ങൾ. ഒന്നാമത്തേത്, ചൂടുള്ള ചായയിൽ സ്പൂൺ വെച്ചാൽ ചൂട് സ്പൂണിൻ്റെ ഒരു ഭാഗത്തിൽ നിന്ന് മറ്റേ ഭാഗത്തേക്ക് പകരുന്നു. ഇതിനെയാണ് നമ്മൾ ചാലനം അഥവാ കണ്ടക്ഷൻ എന്ന് പറയുന്നത്. ഖരവസ്തുക്കളിലൂടെ താപം സഞ്ചരിക്കുന്ന രീതിയാണിത് കണ്ടക്ഷൻ അഥവാ ചാലനം. ഇനി വെള്ളം തിളപ്പിക്കുമ്പോൾ ചൂടായ വെള്ളം മുകളിലേക്ക് ഉയരും, തണുത്ത വെള്ളം താഴേക്ക് വരും. അങ്ങനെ ദ്രാവകങ്ങളിലും വാതകങ്ങളിലും താപം സഞ്ചരിക്കുന്നതാണ് സംവഹനം അഥവാ കൺവെക്ഷൻ എന്നറിയപ്പെടുന്നത്. അപ്പോൾ കൺവെക്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ ലിക്വിഡും ഗ്യാസും ഓർത്തിരിക്കുക. ഇനി മരുഭൂമിയിലെ ചൂടുള്ള കാറ്റ് മറ്റൊരു സ്ഥലത്തേക്ക് വീശിപ്പോകുന്നു അല്ലേ? കാറ്റിൻ്റെ തിരശ്ചീന ചലനത്തിലൂടെ താപം സഞ്ചരിക്കുന്നതിനെയാണ് അഭിവഹനം അഥവാ അഡ്വെക്ഷൻ എന്ന് പറയുന്നത്. അതെന്താണ്? വിൻഡ് ട്രാൻസ്ഫർ അല്ലെ, ഹൊറിസോണ്ടൽ വിൻഡ് ട്രാൻസ്ഫർ ആണ്. ഇനി സൂര്യൻ്റെ ചൂട് എങ്ങനെയാണ് ഭൂമിയിലെത്തുന്നത്? അത് വൈദ്യുത കാന്തിക തരംഗങ്ങളിലൂടെയാണ് അല്ലേ? അതാണ് വികിരണം അഥവാ റേഡിയേഷൻ. അപ്പോൾ ഈ ട്രിക്ക് ഓർത്ത് വയ്ക്കുക. സ്പൂൺ ചൂടാകുന്നു എന്നുള്ളത് ചാലനം, വെള്ളം തിളയ്ക്കുമ്പോൾ സംവഹനം, കാറ്റ് ചൂട് കൊണ്ടുപോകുന്നത് അഭിവഹനം, സൂര്യൻ ചൂടാക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ വികിരണമാണ് വരുന്നത്. PSCക്ക് ഉറപ്പായ ചോദ്യമാണ്. ഫോളോ ചെയ്യാനും മറക്കല്ലേ.